എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 ഇന്ത്യൻ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റ് ISL ക്ലബ്ബുകളിലേക്ക് ചേക്കേറാനായിട്ട് പോകുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിലെ മികച്ച പോരാളികളായ പ്രബീർ ദാസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റ് ISL ക്ലബ്ബുകളിലേക്ക് ചേക്കേറാനായിട്ട് ഒരുങ്ങുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ പ്രീതം കോട്ടാലിന് മറ്റ് ISL ക്ലബ്ബുകളിൽ നിന്നും ഓഫറുണ്ട്. ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ നല്ല ഇൻട്രസ്റ്റ് തന്നെ ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രബീർ ദാസിന് മറ്റ് ISL ക്ലബ്ബുകളിൽ നിന്നും ഇതുവരെ ഓഫറില്ല. എന്നാൽ ഇരു താരങ്ങൾക്കും 2026 വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു താരങ്ങളും മറ്റേതെങ്കിലും ടീമിലേക്ക് പോവുകയാണെങ്കിൽ ആ ടീം ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ട്രാൻസ്ഫർ ഫീ തന്നെ കൊടുക്കേണ്ടി വരും. ഇതിൽ പ്രീതം കോട്ടാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് സഹൽ അബ്ദുൾ സമദിനെ മോഹൻ ബഗാനിലേക്ക് കൊടുത്തിട്ട് പ്രീതം കോട്ടാലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാനിൽ പുറത്തെടുത്ത മികച്ച പ്രകടനം ഇവിടെ പുറത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് താരം ഇപ്പോൾ ടീം വിടാനുള്ള കാരണം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ 2 താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിൽക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഓരോ താരങ്ങളെ ഓരോ ദിവസം കൂടുതലും ബ്ലാസ്റ്റേഴ്സ് വിറ്റുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പ്രീതം കോട്ടാലും പ്രബീർ ദാസും അടുത്ത സീസണിൽ തുടരാൻ സാധ്യതകളില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.